വർണ്ണാഭമായ പൂക്കളുണ്ടാകുന്ന ഡാലിയ പ്ലാന്റ്സുകൾ എല്ലാവരുടെയും മനം കവരുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ്. മൾട്ടി ഷെയ്ഡിൽ ഇതുപോലെ വലിയ പൂക്കളുണ്ടാകുന്ന ഡാലിയ പ്ലാന്റ്സുകളാണ് ഇന്നത്തെ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവയെല്ലാം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ്. മദർ പ്ലാന്റിൽ നിന്നുള്ള പിക്കുകളാണ് നിങ്ങൾക്ക് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്ലാന്റ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. മൊട്ടൊക്കെയായി നിൽക്കുന്ന ഇന്നത്തെ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് കവറിൽ വേര് പിടിപ്പിച്ച ചെറിയ പ്ലാന്റ്സുകളാണ്. എന്നാലും തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല. പ്ലാന്റ് സൈസ് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. 20ൽ പരം കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ഇതുവരെ നമ്മൾ പോട്ടിൽ നല്ല വലിയ പ്ലാന്റ്സുകൾ മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സും അതുപോലെ തന്നെ ജിഫിയിൽ റൂട്ട് ചെയ്ത പ്ലാന്റ്സുമാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ കവറിൽ മണ്ണിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ കേട് പരമാവധി ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജിഫിയിലുള്ള പ്ലാന്റ്സുകൾ ചില കസ്റ്റമേഴ്സിനൊക്കെ കിട്ടുമ്പോൾ ലേറ്റ് ആവുന്നത് കാരണം ഡാമേജ് വരുന്നതായി പറഞ്ഞു കേട്ടു. അതുകൊണ്ടാണ് കവറിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്തത്. ഇത്തവണ ഇതുപോലെ നമ്മൾ നല്ല ചുവന്ന മണ്ണിൽ വേര് പിടിപ്പിച്ചിട്ടാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. ഇതിൽ നിന്നും അല്പം മണ്ണ് മാത്രം റിമൂവ് ചെയ്ത ശേഷം അതേപടിയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഇവയിൽ ചില കളേഴ്സൊക്കെ മൊട്ടും പൂക്കളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. എല്ലാം തന്നെ പൂക്കളോ മൊട്ടോ ആവാത്ത പ്ലാന്റുകളായതുകൊണ്ട് ലീഫ് ഡിഫറൻറ്റും ലീഫിൻ്റെ ആ ഒരു പാറ്റേണിൻ്റെ ഡിഫറൻറ്റ് അതുപോലെ തന്നെ കളറിൻ്റെ ഡിഫറൻറ്റൊക്കെ നോക്കിയിട്ടാണ് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് നമ്മൾ അയക്കുന്നത്. ഡാലിയ പ്ലാന്റ്സിൻ്റെ ലീഫുകൾ നിങ്ങൾക്ക് അറിയാലോ, ലീഫ് പാറ്റേണിൽ തന്നെ ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ട്. ചെറിയ ലീഫായിരിക്കും, അതുപോലെ തന്നെ കട്ടിങ്സ് വരുന്ന ലീഫുകളായിരിക്കും, പിന്നെ അവയുടെ തണ്ടുകളിലും ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് കളേഴ്സ് കൺഫേം ആയി പറയാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും 10 കളറ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് സാധിക്കുന്നതാണ്. ഈ സൈസിലുള്ള 10 പ്ലാന്റ്സുകളാണ് കൊറിയർ ചാർജ് ഇല്ലാതെ 550 രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. DTDC വഴി വാങ്ങിക്കുമ്പോൾ കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഡാലിയ പ്ലാന്റ്സുകൾ നമുക്ക് 2 രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. കട്ടിങ്സ് പിടിപ്പിച്ചും അതുപോലെ തന്നെ അവയുടെ കിഴങ്ങിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വണ്ണം കുറഞ്ഞ തണ്ടുകളാണ് കട്ടിങ്സ് പിടിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ചെറിയ തളിർപ്പൊക്കെ സൈഡിൽ നിന്ന് വരുന്ന തളിർപ്പുകൾ ഉണ്ടാവുമല്ലോ, അവ കട്ട് ചെയ്തെടുത്ത് നമുക്ക് മണലിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലോ കുത്തിവെച്ചിട്ട് അങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. കട്ടിങ്സ് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയത്തിൽ ഒരിക്കലും വളങ്ങൾ ചേർക്കരുത്. റൂട്ടായി പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയ ശേഷം മാത്രം പിന്നീട് കൂടുതൽ വളങ്ങളൊക്കെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വേര് പിടിപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. പ്ലാന്റ്സ് കെട്ടിക്കഴിയുമ്പോൾ വേരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് ഒരിക്കലും റിമൂവ് ചെയ്യരുത്. പോട്ടി മിക്സിലേക്ക് ആ കവർ മാത്രം റിമൂവ് ചെയ്ത ശേഷം മണ്ണോട് കൂടെ തന്നെ പ്ലാന്റ് ഇറക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 2 ആഴ്ചയോളം ചെറിയൊരു ഷെയ്ഡിൽ വെക്കുക. സ്പ്രേയിങ് ആയിട്ടല്ല വെള്ളം കൊടുക്കേണ്ടത്, അത്യാവശ്യം വാർന്നു പോകുന്ന രീതിയിൽ തന്നെ വെള്ളം കൊടുക്കുക. വെള്ളം കെട്ടി നിൽക്കുന്നത് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. പ്ലാന്റ്സിന് പുതിയ ലീഫൊക്കെ വന്ന് തുടങ്ങുമ്പോൾ അവയുടെ അഗ്രഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ നീണ്ടു പോവാതെ ബുഷിയായി നിന്നിട്ട് തന്നെ കൂടുതൽ ശിഖരങ്ങളൊക്കെ വന്നുകൊണ്ട് നന്നായിട്ട് പൂക്കളുണ്ടാവുന്നതാണ്. ഈ ഡാലിയ പ്ലാന്റിൻ്റെ കോംബോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയച്ചോളൂ. കഴിയുന്നത് നിങ്ങൾ വിളിക്കുന്നതിന് പകരമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാന്റുകൾ അയച്ചു തരുന്നതാണ്. പ്ലാന്റ് കിട്ടി അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുത്തു വയ്ക്കുക. പ്ലാന്റ് തീരെ പിടിച്ച് കിട്ടാത്ത രീതിയിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ പുതിയ പ്ലാന്റ് എടുക്കുന്ന കൂടെ അയച്ചു തരികയോ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.